ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരിക്കും. തലാഖിനേക്കാൾ കൂടുതൽ ഇനിയുള്ള കാലത്ത് ഫസ്കാണ് വരാൻ പോണത്. ആണിനെ പെണ്ണൊഴിവാക്കുന്ന കാലഘട്ടം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് വരാതിരിക്കാൻ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെന്ററുകളും ഇൻഷാ അല്ലാഹ് മഹല്ലിൽ വലിയ ചെലവൊന്നുമില്ല. മാസത്തിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് ആൾക്കാർക്ക് ക്ലാസ് കൊടുക്കുകയും കൗൺസിലിംഗ് ഡെസ്കിലെ കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യിക്കാൻ ആരൊക്കെ താല്പര്യമുണ്ട് ഒന്ന് കൈപൊക്കിയാട്ടെ. ഇത് മഹല്ലിൽ നടപ്പിലാക്കണം എന്നുള്ളൊരു തയ്യാറല്ലേ? ഓർക്കല്ലേ? അതല്ല വേഗം ചായ കുടിക്കണം എന്ന് വിചാരിച്ചുള്ള കൈപൊക്കലല്ലോ. എന്നാ മൂന്നാമത്തത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. മൂന്നാമത്തെ എന്താണെന്നറിയോ? ഇതിനേക്കാളും കുറച്ചും കൂടി ശക്തമായതാണ്. മദ്രസയിൽ 5ാം ക്ലാസ്സോട് കൂടിയിട്ട് പരിപാടിയൊക്കെ കുട്ടികൾ നിർത്തിവെച്ചു. അഷ്ഹാദത്ത് സഫുൽ ഖാമിസ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും കിട്ടി കുട്ടിയുടെ പൂരാണ്. അതോടുകൂടി ഞാനെന്തോ വലിയ ആളായി എന്നാണ്. അത് കിട്ടുന്നത് 10ാമത്തെ വയസ്സിലുമാണ്. 10 വയസ്സിനുള്ള അവൻ എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ കാര്യമായിട്ട് തലയ്ക്ക് കയറാതെയായി. കുറച്ച് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ പോകുമ്പോൾ ലിറ്ററേച്ചറിന്റെ സാറ് വന്നിട്ട് പറയും, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സാറ് വന്നിട്ട് പറയും, എന്ത് റെയ്നയുടെ കഥ, അതേമാതിരി തന്നെ ഒഥല്ലോയിലെ കഥ, അതേമാതിരി ഡെസ്റ്റിമോണയുടെ കഥ, ഇതെല്ലാം കൂടി കേട്ടിട്ട് കുട്ടിക്ക് തോന്നും, അത് ശരി ഇവരൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ, വെസ്റ്റേൺ ആൾക്കാരൊക്കെ നല്ല ഉഷാറായിട്ടല്ലേ ജീവിച്ചത്, ഞാൻ ഈ മൊയ്ലിയാരെ കൂടെ കൂടിയിട്ട് ആകെ മദ്രസയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് ഇന്നർ ക്രിട്ടിക്കൽ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ദീന് പഠിപ്പിക്കേണ്ടെന്ന് ആവശ്യം വരിക. കാരണം എത്രയും സുന്ദരമായി ജീവിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഹിസ്റ്ററികൾ, ലോകത്തിൻ്റെ സമാധാനപരമായ ജീവിതത്തിൻ്റെ കഥകൾ, ലോകത്തിൻ്റെ 2 ചരിത്രങ്ങളെ ഉള്ളൂ എന്നത്, ഒന്ന് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർ, ഒന്ന് അള്ളാഹുവിനെ പിരിഞ്ഞ് ജീവിച്ചവർ, അഥവാ അള്ളാഹുവിലേക്ക് പോകാതെ ജീവിച്ചവർ, എല്ലാവരും തകർന്നടിഞ്ഞ കഥ, എല്ലാ ആളുകളെയും സംസ്കരിച്ച കഥ, ഫിറഔൻ ഒരിക്കൽ അഹങ്കരിച്ച കഥ, ആ ഫിറഔനെ പിന്നീട് അവസാനം ഞാനിതാ ഈ പറയുന്ന അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കഥ, അത് കാണാൻ പറ്റുമെങ്കിൽ നീ ഈജിപ്തിൽ പോ, മ്യൂസിയത്തിൽ പോ, ഇന്നും അതാ കിടക്കുന്ന അവിടെ റാംസസ് 2ാമന്റെ മയ്യത്തെന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവൻ യാത്രയിൽ ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയി റാംസസ് 2ാമന്റെ അഥവാ 3000 കൊല്ലത്തോളം കടലിൽ ജീർണിക്കാതെ കിടന്ന മയ്യത്തിനെ അവൻ കണ്ണോടുകൂടി കാണണം. നിങ്ങളുടെ മയ്യത്ത് അഥവാ ഈ കാണുന്നതൊക്കെയും തകർന്നു പോകുമെന്നും ഒരാളുടേത് ഞാൻ മിച്ചം വെക്കുമെന്നും ആ ആളുടെ മയ്യത്തിനെ നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തമാക്കി വെക്കുമെന്നും അത് ഫറോവയുടേതാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതേ ആളിൻ്റെതെന്ന് പറയുന്നത് നമ്മളല്ല, ഈ കാണുന്ന ആധുനിക കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകൾ അതിനെ വിധി എഴുതുമ്പോൾ കുട്ടി അങ്ങനെ പഠിക്കണം. അതിനുവേണ്ടി മദ്രസ സിസ്റ്റത്തിന് ശേഷം കുട്ടികളെ ദീന് പഠിപ്പിക്കുന്ന, വീണ്ടും ദീന് പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശാല കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നല്ല അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഹല്ല് വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റും. ഒരു ഹാൾ ഉണ്ടാക്കിയാൽ മദ്രസന്റെ ഹാളിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം, യുവാക്കൾക്ക് വേണ്ടി ഒരു ദിവസം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ദിവസം, സീനിയർ മദ്രസ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ല ക്ലാസ്സുകൾ അവർക്ക് കിട്ടണം. അതിന് സീനിയർ മദ്രസ എന്ന് നിങ്ങൾ പേര് കൊടുത്തോളൂ. സാധാരണ മദ്രസ പോലെ ഡെയിലി പോകേണ്ടതല്ല. അവർക്ക് നല്ല ക്ലാസ്സുകൾ കൊടുത്ത് അതിമനോഹരമായി സീനിയർ മദ്രസകൾ നടക്കണം. അതിൽ കോഴ്സുകൾ കൊടുത്ത് എഴുതിപ്പിച്ച് പരീക്ഷ ഒന്നും എഴുതിപ്പിക്കാൻ നിൽക്കണ്ട. പക്ഷെ നോട്ട്സും അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. വേണ്ടി വന്നാൽ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫറോവയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാൻ. ഫറോവയുടെ കാര്യം പറയുമ്പോൾ ആ മ്യൂസിയത്തിൽ ഫിറഔന്റെ ജഡം കിടക്കുന്നതും അതിന് സയന്റിസ്റ്റുകൾ കൊടുത്ത വിശദീകരണവും നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഉസ്താദുമാരും കൂടി ഒന്ന് സഹകരിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇന്ന് ആളുകളെ വിഷ്വൽ കൂടിയ ഒരു കാലഘട്ടമാണ്. തൊടിയൊരു ഉസ്താദ് ക്ഷമിക്കണേ, കാരണം വിഷ്വൽ കൂടിയ ഒരു കാലഘട്ടമാണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ തോണ്ടിക്കൊണ്ടിരിക്കുക, എപ്പോഴും മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വാക്കോഗ് എന്ന് പറയുന്ന ഒരു സാധനം, എന്താ വാക്കോഗ്? വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് എന്ന് പറയുന്ന ഓൾഫാക്ടറി ഗസ്റ്റേറ്ററി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതിലിപ്പോൾ ഒരു ഇന്ദ്രിയം കൂടി അതിൻ്റെ കാഴ്ച അടുത്ത് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതേതാ ഇന്ദ്രിയം? കണ്ണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ കേൾവി കുറെ നേരം കേൾക്കാനൊന്നും ആൾക്കാർക്ക് പറ്റില്ല. ഇത് കാണല് നേരം പോലത്തെ വൈകുന്നേരം വരെ ആയാലും കുഴപ്പമില്ല. അപ്പൊ കാലിബ്രേഷൻ നടക്കുന്നു. കാലിബ്രേഷൻ നടന്ന് വിഷ്വൽ കൂടുന്നു. അതുകൊണ്ട് സീനിയർ മദ്രസയിൽ ഹിസ്റ്ററി പറയുമ്പോൾ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ, ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇന്നും ഇന്ന പ്രദേശത്തിരിക്കുന്നു എന്ന് നല്ല ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് അതിൻ്റെ മൂവി പ്രദർശിപ്പിച്ചേക്കണം. ഞാൻ പറയുന്നത് സിനിമ പോലെ കാണിക്കാനല്ല. ലോക ചരിത്രം പറയുമ്പോൾ ആ ലോക ചരിത്രത്തിൽ ആ ഇടം ഇപ്പൊ ഇന്നടത്താണെന്ന്, അത് ഇപ്പൊ ഇന്നടത്താണ് നടപ്പിലാക്കുന്നത് എന്ന്, അതിനാണ് ഞാൻ പറഞ്ഞത് ഇന്റലക്ച്വൽ ഫോറം വേണമെന്ന് പറയുന്നത് ഇവിടെയാണ്. അഥവാ 5ാം വയസ്സിൽ നിർത്തിയ മദ്രസയെ വീണ്ടും അതിൻ്റെ അപ്പുറത്തേക്ക്
മരണം വരെയുള്ള മദ്രസയായി കൊണ്ടുപോകാനുള്ള അതിശക്തമായ ഇന്റലക്ച്വൽ ഫോറം വർക്ക് ചെയ്യണം. അപ്പോഴേ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. എന്നിട്ട് പ്രസവത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അതേപോലെ തന്നെ വയറ്റിലെ കുട്ടിയുടെ ഗർഭാശയത്തിൻ്റെ കാര്യം പറയുമ്പോൾ, നിങ്ങളുടെ മഹലിൽ ഒരു ഡോക്ടർ വന്നില്ലെങ്കിൽ അടുത്ത മഹലിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഡോക്ടർ വന്നിട്ട് എന്താണ് എംബ്രിയോളജി എന്നതിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ എന്താണ് ഈ പറഞ്ഞത് എന്നതിനെ കുറിച്ച് പറയണം. അല്ലാതെ പിന്നെ ഉസ്താദുമാര് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു, പക്ഷേ ഒരു ഡോക്ടർ വന്നിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നത് പോലെ ഈ സാധനം മറ്റവർക്ക് തിരിഞ്ഞോളണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണോ? ഒരു IIT-നെ കൊണ്ടുവന്നിട്ട്, ഫോർ എക്സാമ്പിൾ, എന്നോടൊരു കുട്ടി ചോദിച്ചു, കേൾക്കുമോ നിങ്ങൾ? എന്നോടൊരു കുട്ടി ചോദിച്ചു, ഈ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. എനർജി എന്ന് പറഞ്ഞത് പുറത്ത് നിന്നാൽ ഉള്ളിൽ ഫോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, ഫോഴ്സ് നിൽക്കേണ്ടത് പുറത്താണ്. അതുകൊണ്ട് സയൻസ് പുറത്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കണമെങ്കിൽ ഫോഴ്സ് പുറത്തായിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തത്, കാറ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഉള്ളിലിരുന്ന് കണ്ട് തള്ളിയാൽ കാറ് മുന്നോട്ട് പോകില്ല. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിനെ പുറത്തുനിന്ന് തള്ളണം. ദാറ്റ് ഈസ് ഫോഴ്സ്. അതുകൊണ്ടാണ് സയൻസ് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഈ കാണുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യൻ ഏറ്റവും ചെറിയ നക്ഷത്രമാണെന്ന് സയൻസ്. ആ നക്ഷത്രങ്ങളെല്ലാം ഏറ്റവും വലിയ നക്ഷത്രങ്ങളാണെന്നും സയൻസ്. അങ്ങനെ അതിനെ ടോപ്പോസ്ഫിയർ എന്നും പല സ്ഫിയറാക്കിയിട്ട് തിരിക്കുന്നു. അത് നമ്മൾ ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലം മിസാൽ, മലഉൽ അല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്ന ഓരോ സയൻസും ഉണ്ടല്ലോ, അവിടെ കാണുന്ന ഓരോ പ്രപഞ്ചത്തിലും അതിന് ഇന്നാലഹു ലമൂസിഊൻ, ഞാനല്ലയോ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സ്വിമ്മിംഗ് മോഷൻ എന്താണ്? ഈ കാണുന്ന സ്വിമ്മിംഗ് മോഷൻ, അതിന്റെ റിതം എന്താണ്? അതിനെക്കുറിച്ച് ഫിസിക്സ് എന്ത് പറയുന്നു? അതിന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ വന്ന് പറയണം. അല്ലാതെ ഈ വന്ന് ഒരിക്കലും ഫിസിക്സ് അധികം പഠിക്കാത്ത കണ്ടമുറിയാൻ ഫിസിക്സ് ആയിട്ട് വന്നിട്ട് കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുന്ന ഏതെങ്കിലും ഒരു ഫിസിക്സ് വായിച്ചു പഠിക്കുന്ന ഒരാളായി മാറരുത്. ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളുകളുടെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി അത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലേ? യൂറോപ്പിലുള്ള ഒരുപാട് ആളുകളെ, ഷെയ്ഖ് യാസീൻ ഖാലിദിനെ പോലെയുള്ള ആളുകൾ, അതേമാതിരി തന്നെ ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും. അതിട്ട് കൊടുത്താൽ മതി. അവരിൽ പല ആൾക്കാരും അൽ-അസ്ഹർ പഠിച്ചവരാണ്, അവർ പല ആൾക്കാരും ഹാർവാർഡിൽ പഠിച്ചവരാണ്, ഓക്സ്ഫോർഡിൽ പഠിച്ചവരാണ്, ടെക്സസിൽ പഠിച്ചവരാണ്. അവിടെ സയൻസ് കേട്ട് നമ്മുടെ കുട്ടികൾ വളരണം. നിങ്ങൾക്കിത് എത്രത്തോളം കേൾക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചെയ്തില്ല എങ്കിൽ അടുത്ത തലമുറയെ പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. എത്ര കോൺഫിഡൻസ് കൂടുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാറ്. നമ്മളെ പ്രസംഗം മാത്രം കേട്ട് നമ്മളെ കുട്ടികൾക്ക് അല്പം കോൺഫിഡൻസ് ഉണ്ടാവണം. ലോകത്തിൽ ഏറ്റവും ടോപ്പ് ഇതിൻ്റെ പ്രഭാഷകരുണ്ട്, സയൻസ് കൈകാര്യം ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളുണ്ട്. അവർ ഇസ്ലാമിനെ അതിമനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇന്റലക്ച്വൽ ഫോറം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. മൂന്നാമത്തത് ഹാർമണി ഫോറം. ഈ ഇന്റലക്ച്വൽ ഫോറം ഉണ്ടാക്കാൻ ആരൊക്കെ തയ്യാറുണ്ടെന്ന് കൈവയ്ക്കട്ടെ. അത് കുറച്ച് പണിയാണ് അല്ലേ? അത് കൈവക്കാത്ത അധികം പണിയൊന്നുമില്ല. മാസത്തിലൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹലിലേക്ക് വെച്ചിട്ടൊന്ന് ഉഷാറാക്കിക്കൂടെ? ഒന്ന് ഉഷാറായിട്ടൊന്ന് കൈവയ്ക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് തയ്യാറല്ല? ഇൻഷാ അല്ലാഹ് അതിൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കണം, ഡോക്ടേഴ്സ് ഉണ്ടാക്കണം, അവിടെ ഡിബേറ്റ്സ് ഉണ്ടാക്കണം. ഞാൻ മഹലിലെ ഭാവിയിൽ മുന്നോട്ട് പോകാൻ ഇതിപ്പോൾ എന്താ കഥ എന്നറിയോ? ചില രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയാണ്. അവരുടെ ആശയങ്ങൾ പണ്ടുണ്ടായതാവും, കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഉന്തി തള്ളി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. ഞാനിപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിനെ പറയാം. അവരിപ്പോൾ പറഞ്ഞുകൊണ്ട് ഇന്ന അതിനെ കുറ്റപ്പെടുത്തൊന്നുമില്ല. മുസ്ലിം ലീഗ് പറയുമ്പോൾ ഞാൻ വേഗം ആരിലേക്ക് പോകും? കായികമില്ലത്തിനെ പറ്റി പറയും, CH-നെ പറ്റി പറയും, സിയാബ് തങ്ങളെ പറ്റി പറയും, ഉമർ അലി തങ്ങളെ പറ്റി ഇങ്ങനെ പറയും. ഇന്നത്തെ കാലത്തെ ആൾക്കാർ ചിലപ്പോൾ ഞാൻ സ്വാതന്ത്ര്യം കൂടിയാണ്ട് ലീഗിനെ പറഞ്ഞു കേട്ടോ. ഇതേമാതിരി മാർക്സിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ കാലത്ത് EMS അത് ചെയ്തു, മറ്റൊരു ഇത് ചെയ്തു. ഇന്നത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നത് കാര്യമായിട്ട് പറയണ്ടാവില്ല. അവസാനം നമ്മളെ മഹലിൻ്റെ കഥ എന്തായിരിക്കും? ഇങ്ങനെ തന്നെ ആയിരിക്കും. പണ്ട് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി സാബ് ഉണ്ടായിരുന്നെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. തൊടിയൊരു ഉസ്താദ് എന്ന അധ്യക്ഷനായിരുന്നു, അതായിരുന്നു എന്നൊക്കെ ഭാവിയിൽ നമ്മൾ പറയും. നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മളും കൂടി ഉൾപ്പെട്ടതായിരിക്കണം. അപ്പൊ എവിടെയാണോ ചെയ്തു വെച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നവരും ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും നമ്മുടെ മഹല്ലില്
എപ്പോഴും നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളെ ശക്തവത്തായി ഇതിനെന്താ ചെയ്യേണ്ടത്? വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ആ വിദ്യാർത്ഥികൾക്ക് അതാണ് വിട്ടുകൊടുക്കണം. അല്ലാതെ മീറ്റിംഗ് നമുക്ക് കൂടാട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരാൾ വിദ്യാർത്ഥികളെ കൂട്ടില്ല, സംസാരിക്കില്ല. അവരോട് അസൈൻമെന്റ് തരാൻ പറയാ, അവരോട് പ്രൊജക്ട് തരാൻ പറയാ, നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കണമെന്ന് പറയാ, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഗേൾസ് മൂവ്മെന്റ് ഉണ്ടാക്കുക, അതിമനോഹരമായി പെൺകുട്ടികൾ സംവദിക്കുമ്പോൾ നല്ല ഇതുണ്ടാകും. അതിൽ പെൺകുട്ടികൾ തന്നെ നേതൃത്വം കൊടുക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യുക? അവരെ വിങ്ങാക്കുക. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അതൊന്നും വിവാദത്തിലേക്ക് പോകണ്ട. പക്ഷെ അച്ചടക്കത്തോടു കൂടി ഇത് നടപ്പിലാക്കുന്ന മഹല്ലുകളുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇന്റലക്ച്വൽ ഫോറത്തിന്റെ ആളുകളുണ്ട്, ആവർത്തിച്ചു പറയുന്നു. ഇങ്ങനെ നിങ്ങൾ ഓരോ സ്ഥലത്തും നടപ്പിലാക്കണം. നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടതാണ്. ചെറിയ കുട്ടികളുടെ ഫോറം പറഞ്ഞു. ഇതേപോലെ 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. നമ്മൾ പ്രായം ചെന്ന ആൾക്കാരെ വയോജനങ്ങൾ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? മഹല്ലെന്താ ചെയ്യണത്? പ്രത്യേകത ചെയ്യുന്നില്ല, ഒന്നും ചെയ്യണില്ല അല്ലേ? അത് കുറച്ചൊരു പൈസ ചെലവാക്കിയാലും വേണ്ടിയില്ല. നമ്മൾ ചെയ്യുന്നൊരു പണി ഒരു പരിപാടില്ല. 65 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോവാം. കേൾക്കുന്നുണ്ടോ? ഒരു യാത്ര, ഒരു ട്രിപ്പ്, ഒരു യാത്ര. ആ യാത്ര നിങ്ങൾ പിന്നെ ഇപ്പോൾ വയനാട് ഇപ്പം അങ്ങനെ എടുക്കുകയാണ്, അങ്ങോട്ട് പോകണമെന്നില്ല. നിങ്ങൾ ഈ പരിസരത്ത് എടുക്കെങ്കിലും. ഞാൻ ഒരിക്കൽ വയനാട്ടിലേക്കും കൊണ്ടുപോയി, ഒരിക്കൽ എറണാകുളത്തേക്കും കൊണ്ടുപോയി. അതിന് എറണാകുളം ആദ്യമായിട്ട് കാണുന്ന 10-20 ആൾക്കാർ ആദ്യമായിട്ട് എറണാകുളം കാണും. പക്ഷെ അവർ മറക്കൂല. നല്ല രസമാണ് എല്ലാവരെയും കൂടി കൂട്ടിയിട്ട്. ഈ പാവങ്ങൾ എല്ലാവരും കൂടി ഒതുങ്ങിയിരിക്കുകയാണെന്ന് അവരെ ഒന്ന് പുറത്തിറക്ക്. ഇപ്പൊ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ജില്ലകളിലൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ അൽ ഹിന്ദിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ഉംറക്ക് കൊണ്ടുപോയി 54 വികലാംഗരെ മഹല്ലുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട്, കാരണം 54 ആൾക്കാർ ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ കുറച്ച് പണിയാണ്, ബുക്ക് ചെയ്തിട്ട് 54 ആൾക്കാർ ഉംറക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ പോലീസുകാർ എല്ലാവരെയും മാറ്റിയിട്ട് അവർക്ക് അൽഹിന്ദിന്റെ പരസ്യം പറയല കേട്ടോ, ഷബീറിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കി. അതിലിങ്ങനെ പോലീസുകാർ ഒരു മാറ്റാണ്. കാരണം അവരാദ്യമായിട്ട് കാണാൻ 54 ആൾക്കാർ ഒന്നിച്ചിട്ട് വീൽ ചെയറിൽ നിന്നിട്ട് തവാഫ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്ക് നടപ്പിലാക്കിക്കൂടാ? ഞാൻ പറഞ്ഞത് വികലാംഗരെ പറ്റി കൊണ്ടുപോകണമെന്നല്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഒരു മഹല്ലിന്റെ വക്താക്കൾ നടപ്പിലാക്കിയ 162 വികലാംഗരെ കണ്ടെത്തിയിട്ട് കാരണം ഇവർ ഭക്ഷണം കൊണ്ടേ കൊടുക്കും, ഇത് കൊണ്ടേ കൊടുക്കും, അത് കൊണ്ടേ കൊടുക്കും. അതിൽ വികലാംഗർ ചോദിക്കുകയാണ്, ഒന്നിനും പറ്റാത്ത സ്വാധീനമില്ലാത്തവർ പറയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് വസ്ത്രം എത്തിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങൾ കല്യാണത്തെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഞങ്ങൾക്കും വേണ്ടേ കല്യാണം. 162 ആളുകൾ അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ 162 ആൾക്കാരെ അവർ ആണിനെയും പെണ്ണിനെയും സെലക്ട് ചെയ്ത് അതിനൊരു ഫംഗ്ഷൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെണ്ണ് കാണാൻ ചടങ്ങ് നടന്ന്, കാല് തളർന്നവർ, അതേമാതിരി തന്നെ പിന്നെ ചിലപ്പോൾ ശരീരം തളർന്നവർ പരസ്പരം ഇഷ്ടപ്പെട്ട് 162 ആളുകളുടെ കല്യാണം. അതിൽ ഓരോ കുബേരന്മാരായ ആൾക്കാർ സ്വന്തം മക്കളുടെ കല്യാണ ദിവസം 20 ആൾക്കാരെ, ഞാൻ ആ കല്യാണ ദിവസം 10 ആൾക്കാരെ, എൻ്റെ മോളെ കല്യാണത്തിന് 30 ആൾക്കാരെ തന്നെ ഏറ്റെടുത്ത്. ഇതും മഹല്ലുകാർ ചെയ്യുന്ന പണിയാണ്. ഇതും മഹല്ലിൽ നടക്കുന്ന പരിപാടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തൊക്കെ സന്തോഷങ്ങളായിരിക്കും. ഞങ്ങൾ വികലാംഗരെ ഏറ്റെടുക്കാൻ, അതൊക്കെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തോ. നിങ്ങളുടെ മഹല്ലിലുള്ള ഏകദേശം 400 വീടുണ്ടെങ്കിൽ അതിലൊരു 200 വയസ്സന്മാരെങ്കിലും ഉണ്ടാവൂലേ? ആ 200 വയസ്സന്മാരെ ഒരു ബസ്സിൽ അഥവാ 4 ബസ്സാക്കിയിട്ട് ജസ്റ്റ് ഒരു ടൂർ കൊണ്ടുപോയി കൊണ്ടുവന്നാൽ എന്തൊരു രസമായിരിക്കും. അവരെ സജീവാക്ക്, ഒന്ന് പുറത്തിറക്ക്. അവരെ ചിലപ്പോൾ ഇതുവരെ ജുമാക്ക് പോവാൻ പറ്റാത്ത ആൾക്കാർ, തളർന്നിരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ യുവാക്കളെ ഏൽപ്പിച്ചാൽ നടക്കും കേട്ടോ. ഞാനിത് പറഞ്ഞത് എല്ലാം കൂടി നിങ്ങൾക്ക് ഭാര്യ ഏൽപ്പിക്കല്ല. ഇങ്ങനെ ഓരോന്നാണ്ട് ചെയ്തു തുടങ്ങിയാൽ എല്ലാ മഹല്ലിൻ്റെ ആൾക്കാരെയും മഹല്ല് പറഞ്ഞ മാതിരി അവർ നിൽക്കും, ജമാഅത്ത് പറഞ്ഞ മാതിരി അവർ നിൽക്കും. കാരണം എല്ലാറ്റിലും നമ്മുടെ സിഗ്നേച്ചറുണ്ട്, എല്ലാറ്റിലും നമ്മുടെ ഒപ്പുണ്ട്. അതുകൊണ്ട് പ്രായം ചെന്ന അതിൽപ്പെട്ടതാണ് ഈ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് ചേർക്കുക. അവർ എരിച്ച് കയറി പ്രസിഡന്റ് ആവുന്ന പേടിച്ചിങ്ങാണ്ട് നിങ്ങൾ എന്താക്കിയത് അവിടെ വരുത്താതിരിക്കുക. പ്രസിഡന്റ് ആകുന്നവരൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളൊരാൾ എന്താക്കണം ഉണ്ടായാൽ മതി. എപ്പോഴും ലീഡേഴ്സ് എന്താണെന്നറിയോ? നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ വിചാരിക്കരുത് മുമ്പിൽ നടക്കുന്ന ആൾക്കാരാണെന്ന്. അള്ളാഹു ലീഡേഴ്സിനെ പഠിപ്പിച്ചത് മുഴുവനും പിന്നിൽ നടക്കാനാണ്. എല്ലാ പ്രവാചകന്മാരും മാറ്റിടയന്മാരായിട്ടുണ്ട് എന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ശക്തനായ പ്രവാചകൻ, ശരീരം കൊണ്ട് ശക്തൻ പല കാര്യത്തിലും. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 30-ാമത്തെ വയസ്സിൽ ഒരു തള്ളു തള്ളിയതിൻ്റെ പേരിൽ
കിബത്തിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഫിറഔന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവിടുന്ന് മദിയനിലേക്ക് യാത്ര തിരിച്ചു. മദിയനിലേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളെ കാണുന്നത്. അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷം കൂടെ നിർത്തുകയാണ്. ആടിനെ മേച്ചുകൊണ്ട് തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷം ആടിനെ മേച്ചിട്ടാണ് പിന്നീട് ഫിറഔന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ, ഫിറഔനോട് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച്, തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അള്ളാഹു ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അതുകൊണ്ട് നേതാക്കന്മാരെ, ഈ ഇരിക്കുന്ന ഇവിടെയുള്ള നേതാക്കന്മാരെ, ദയവ് ചെയ്തിട്ട് മുമ്പിൽ നടക്കുന്നവനല്ല നേതാവ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആട്ടിടയൻ ഒരിക്കലും മുമ്പിൽ നടക്കാറില്ല. ആട്ടിൻ പറ്റങ്ങളെ വന്നോളൂ, ജസ്റ്റ് ഒബേ മീ, ജസ്റ്റ് ഫോളോ മീ, എന്നെ അനുസരിക്കൂ, എൻ്റെ കൂടെ വന്നോളൂ എന്ന് ലോകത്തിൽ ഒരു ആട്ടിടയനും പറയാറില്ല. ഒരാട്ടിൻ പറ്റത്തിനും ഒന്നും പറ്റാതെ അതിൻ്റെ തണ്ടിൽ ചില കവറുകളൊക്കെ തൂക്കി ഒരു ആട് നഷ്ടപ്പെടാതെ എല്ലാ ആടുകളെയും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ വേദനാപൂർവം നടക്കുന്നവൻ്റെ പേരാണ് ഗുഡ് ഷെപ്പേർഡ്, നല്ല ആട്ടിടയൻ എന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മഹല്ലിലെ ഓരോ ആൾക്കാരെയും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ പെയിൻഫുള്ളി അതിൻ്റെ പിന്നാലെ നടക്കുന്നതിൻ്റെ പേരാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന്. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞിടത്തേക്ക് വാ എന്ന് പറഞ്ഞ് മുമ്പിൽ നടക്കുന്നവനല്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അമീർ തു ഖാദിം ഹേ, ഖാദിമോൻ കാ ഖാദിം ഹേ. നേതാവേ, നിങ്ങൾ സേവകനാണ്, സേവകന്മാരുടെ സേവകൻ, സേവകന്മാരുടെ സേവകൻ. എന്ത് രസമായിരിക്കും എന്നറിയോ? അങ്ങനെ ഓരോ കുട്ടിക്കും പറയാനുണ്ടാവും. ഭാവിയിൽ അവൻ ഉയർന്നു പോയി, അവനൊരു പക്ഷേ കലക്ടറായി, നിങ്ങളുടെ മഹല്ലിൽ അവന് സ്വീകരണം കൊടുക്കുമ്പോൾ അവൻ ആ മൈക്കിലൂടെ കരഞ്ഞുകൊണ്ട് പറയും, ആദ്യമായിട്ട് സിവിൽ സർവീസിലേക്ക് എനിക്ക് പ്രചോദനം തന്നത് എൻ്റെ മഹല്ല് ജമാഅത്താണ്.